ദേശീയപാത വികസനത്തിൽ കേരളത്തിൽ നടന്ന ക്രമക്കേട് കേസിൽ ഇഡി കുറ്റപത്രം സമർപ്പിച്ചു. 102.44 കോടി രൂപയുടേതാണ് ക്രമക്കേട്. കേസിൽ 125 കോടിയുടെ സ്വത്തുവകകൾ നേരത്തെ കണ്ടുകെട്ടിയിരുന്നു. കലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 3 വ്യക്തികളും 2 സ്ഥാപനങ്ങളുമാണ് പ്രതിപട്ടികയിൽ. മണ്ണുത്തി അങ്കമാലി ദേശീയപാത വികസനത്തിലായിരുന്നു ക്രമക്കേട്. 2002 ദേശീയപാത അതോറിറ്റി നിർമ്മാണ കരാർ നൽകിയത് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ്, വിക്രം റെഡ്ഡി ഇന്റർ കോണ്ടിനെന്റ് കൺസൾട്ടൻസ്, നരേഷ് കുമാർ സിൻഹ NHAI റിട്ടയർഡ് പ്രൊജക്ട് ഡയറക്ടർ പാലക്കാട് സ്വദേശി P രാമനാഥൻ എന്നിവരാണ് പ്രതികൾ. പാലീക്കര ടോൾ പ്ലാസയുടെ നടത്തിപ്പുകാരായ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരിലുള്ള 125.21 കോടി രൂപയുടെ നിക്ഷേപം ED നേരത്തെ മരവിപ്പിച്ചിരുന്നു. 2006-2016 കാലഘട്ടത്തിലായിരുന്നു ക്രമക്കേട്. നിർമ്മാണ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി അടക്കമാണ് ദേശീയപാത അതോറിറ്റിയെ കബളിപ്പിച്ചത്. കേസിൽ CBI അന്വേഷണത്തിനൊപ്പമാണ് ED അന്വേഷണവും നടന്നത്. സാമ്പത്തിക ക്രമക്കേടുകളും കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ED വ്യാപക റെയ്ഡുകളും നടത്തിയിരുന്നു. ജനം, കൊച്ചി.